F-16 ഏത് സ്ഥലത്താണ് ഉക്രൈൻ നിർത്തിവെച്ചിരിക്കുന്നത്? അകത്തേക്ക് വന്ന വിമാനങ്ങളിൽ എത്ര വിമാനങ്ങൾ ഇപ്പോൾ ഉക്രൈൻ വ്യോമസേനയിൽ സർവീസിന് ഇറങ്ങിയിട്ടുണ്ട്? റഷ്യയുടെ പൊസിഷൻസിൽ ഈ വിമാനങ്ങളിൽ ഏതെങ്കിലും ആക്രമണത്തിൽ ഏർപ്പെട്ടോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുള്ളിലുണ്ട്. ഇതിന് റഷ്യയുടെ പക്കൽ നിന്നും ഉക്രൈൻ്റെ പക്കൽ നിന്നും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഉക്രൈൻ്റെ 2 F-16 വിമാനങ്ങൾ തകർന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് റഷ്യയുടെ സ്റ്റേറ്റ് റൺ മീഡിയ ഔദ്യോഗികമായി ഒരു വിവരം പുറത്തുവിട്ടു. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഉക്രൈൻ മീഡിയ പുറത്തുവിട്ട ഒരു വീഡിയോ കാരണം, ആ ഒരു മണ്ടത്തരം കാരണം ഉക്രൈൻ്റെ F-16 ഏത് സ്ഥലത്ത് മറച്ചു വെച്ചിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട വിവരം റഷ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു ആ സ്ഥലത്ത് റഷ്യയുടെ മിസൈൽ ആക്രമണം ഇന്നലെ നടത്തിയത്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ F-16 ലൊക്കേഷൻ എങ്ങനെ റഷ്യ ഐഡന്റിഫൈ ചെയ്തു? പിന്നീട് എങ്ങനെ ഈ ആക്രമണം നടത്തിയെന്ന് അറിയുന്നതിന് മുൻപ് ഈ ഒരു ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട വിവരം എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓഗസ്റ്റ് മാസം 25-ാം തീയതി യുക്രൈൻ്റെ മീഡിയാസും ഉക്രൈൻ്റെ എയർഫോഴ്സ് കമാൻഡറും ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോ എന്തിന് പുറത്തുവിട്ടു എന്ന് ചോദിച്ചാൽ, ജൂസ് എന്ന കോഡ് നെയിമുള്ള ഉക്രൈൻ്റെ മുൻ യുദ്ധവിദഗ്ധനായ മേജർ ആൻഡ്രി പ്ലിഷ്കോയുടെ 1ാം ചരമവാർഷികം ഓഗസ്റ്റ് മാസം 26-ാം തീയതി ഉക്രൈൻ വ്യോമസേന അനുസ്മരിക്കുന്നു. ഇതിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരികയും ഉക്രൈനിലേക്ക് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന F-16 കോക്പിറ്റിൽ ഇരുത്തുകയും ചെയ്തു. അതൊരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. ഉക്രൈനിലെ ഈ ഒരു മേജർ ഉക്രൈനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഉക്രൈൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് F-16 ഫൈറ്റർ ജെറ്റിൽ ഇരുത്തിയെന്ന് അതൊരു ന്യൂസായി പുറത്തുവിട്ടു. ഇദ്ദേഹത്തെ ഇങ്ങനെ ബഹുമാനിക്കുന്ന തരത്തിൽ അങ്ങനെ എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഉക്രൈൻ്റെ വ്യോമസേനയിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു? ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ജൂസ് എന്ന കോഡ് നെയിം വന്നു എന്ന് ചോദിച്ചാൽ, 2021 തന്നെ ഇദ്ദേഹം ഉക്രൈൻ്റെ എയർഫോഴ്സ് വിട്ട് പുറത്തേക്ക് വന്നു. അതിന് പുറകിൽ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, സോവിയറ്റ് റഷ്യ വിമാനങ്ങളിൽ നിന്നും ഉക്രൈൻ്റെ വ്യോമസേനയെ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതുതായി വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും അതിനവീന ഫൈറ്റർ ജെറ്റ് വാങ്ങണം എന്നുള്ളതിൽ വളരെ പിടിവാശിക്കാരനായിരുന്നു ഇദ്ദേഹം. ഉക്രൈൻ വ്യോമസേനയെ നവീകരിക്കണം, വെസ്റ്റേൺ കൺട്രീസിന്റെ അതിനവീന ഫൈറ്റർ ജെറ്റ്സ് ഉക്രൈൻ വ്യോമസേനയിൽ വരണമെന്നുള്ള സ്വരം കൂടുതൽ ഉണ്ടാകാൻ കാരണമായ ഒരു വ്യക്തി ഇദ്ദേഹമാണെന്ന് പറയാം. ഇങ്ങനെ ഉക്രൈൻ വ്യോമസേനയെ നവീകരിക്കണം എന്നെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്ത ശ്രമങ്ങളൊന്നും ഫലം കൊള്ളാത്തത് കൊണ്ട് 2021 ഉക്രൈൻ എയർഫോഴ്സ് വിട്ട് ഇദ്ദേഹം പുറത്തേക്ക് വന്നതായി ഒരു വിവരം പറയുന്നു. എന്നാൽ വീണ്ടും 2022 ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വോളണ്ടിയറായി ഉക്രൈൻ എയർഫോഴ്സിലേക്ക് ഇദ്ദേഹം തിരികെ ജോയിൻ ചെയ്യുന്നു. ഉക്രൈൻ എയർഫോഴ്സിലെ ഒരു നല്ല പേര് സമ്പാദിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഈ ജൂസ് എന്ന നിക്നെയിം വരാൻ കാരണം, കാലിഫോർണിയയുടെ US എയർഫോഴ്സ് ഗാർഡുമായി ഇദ്ദേഹം ഒരു ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ആൽക്കഹോൾ എടുക്കുന്നത് കുറയ്ക്കുകയും ജ്യൂസ് കൂടുതലായി കുടിക്കുകയും ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു നിക്നെയിം നൽകിയതായും ചില റിപ്പോർട്ട്സിൽ പറയുന്നു. അപ്പോൾ ഉക്രൈൻ എയർഫോഴ്സിൽ ഇദ്ദേഹം ഉണ്ടായിരുന്ന ആ ഒരു സമയം 2022 മുതൽ 2023 ഓഗസ്റ്റ് 26 വരെയും കൂടുതൽ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തേണ്ട ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ വിജയവും ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി 2 ഉക്രൈൻ ട്രെയിനിങ് ജെറ്റ്സ് മിഡ് എയറിൽ വെച്ച് ആകാശത്തിന് നടുവിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ആ സമയത്ത് കൂടെ 2 പൈലറ്റ്സുമായി ചേർന്ന് ഇദ്ദേഹം മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾ പുറത്ത് കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം നൽകുന്ന രീതിയിലായിരുന്നു F-16 സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഉക്രൈൻ എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയെ കൊണ്ടുവരികയും F-16 ഫൈറ്റർ ജെറ്റിന്റെ കോക്പിറ്റിൽ ഇരുത്തി അതൊരു വീഡിയോ ആയി റിലീസ് ചെയ്തു. ഇത് അവരുടെ ഒരുപാട് മീഡിയയും പുറത്തുവിട്ടു. ഈ കമാൻഡറും അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ ആ ഒരു വീഡിയോ റിലീസ് ചെയ്തു. എല്ലാ സ്ഥലങ്ങളും ബ്ലർ ചെയ്താണ് ഈ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എന്നാൽ ഒരു പ്രശ്നം എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ വീഡിയോ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഓഗസ്റ്റ് 25-ന് ഈ വീഡിയോ റിലീസാകുന്നു. റിലീസായതിനു ശേഷം അതിലെ ചില ഫ്രെയിംസ് പാർഷ്യലി ബ്ലർ ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ബ്ലർ ചെയ്യാതെയും പുറത്തു വരുന്നു. ഇങ്ങനെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അവർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഉക്രൈൻ്റെ ഇവാനോ ഫ്രാങ്കോവ്സ്ക് റീജിയനിലുള്ള കൊലാമിയ മിലിറ്ററി എയർഫീൽഡിലുള്ള ഫിസിക്കൽ സ്ട്രക്ചേഴ്സും ഈ ഇമേജസിൽ കാണിക്കുന്ന സ്ട്രക്ചേഴ്സും മാച്ച് ആകുന്നുണ്ട്. അതവർ ശ്രദ്ധിക്കുന്നു. കൂടാതെ ഈ ഇവാനോ റീജിയണിലുള്ള ആ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പല മിലിറ്ററി എയർക്രാഫ്റ്റ്സും സ്റ്റേഷൻ ചെയ്തു വെച്ചിട്ടുള്ള സ്ഥലമാണ്. ഈ കൊളാമിയ മിലിറ്ററി എയർഫീൽഡും വളരെ പ്രധാനപ്പെട്ട ഒരു എയർഫീൽഡാണ്. കാരണം ഈ സ്ഥലത്തുള്ള റൺവേ ഏകദേശം 3.2 കിലോമീറ്റേഴ്സ് വരെയും എക്സ്റ്റെൻഡ് ചെയ്ത് പണിതിട്ടുണ്ട്. വെസ്റ്റേൺ ഉക്രൈനിലുള്ളതിൽ വെച്ച് പ്രധാനപ്പെട്ട എയർഫീൽഡിൽ ഇത് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉക്രൈനിലുള്ളതിൽ വെച്ച് ലോങ്ങസ്റ്റ് റൺവേ ഉള്ള എയർബേസും ഇത് തന്നെയാണ്. റഷ്യയുടെ വളരെ മേജർ ആയിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഈ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല.
ഈ F-16 ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് ഇതും ഒരു കാരണമായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഫാക്ട് ചെക്ക് ചെയ്യുകയും ഒരു കാര്യം കൺഫേം ചെയ്യുന്നു. ഈ വീഡിയോയിൽ കാണിച്ച സ്ഥലം ഈ കൊളാമിയ എയർഫീൽഡ് ആണ് എന്ന്. അപ്പോൾ ഇത്രത്തോളം ഇവർ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ റഷ്യയുടെ ആർമഡ് ഫോഴ്സസ് ഈ ഒരു കാര്യം അനലൈസ് ചെയ്യാതിരിക്കുമോ? ഓഗസ്റ്റ് മാസം 26 ഉക്രൈൻ മുഴുവനും ഒരു വലിയ മിസൈൽ റാമ്പേജ് തന്നെ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊളാമിയ എയർഫീൽഡിലും 2 മിസൈൽ സ്ട്രൈക്ക് നടത്തുന്നു. ഈ 2 മിസൈൽ സ്ട്രൈക്കും പ്രധാനമായും ആ കോൺക്രീറ്റഡ് ഹാങ്ങേഴ്സിലും അതിനടുത്തുള്ള സപ്പോർട്ടിംഗ് ഹാങ്ങേഴ്സിലും വീണ് പൊട്ടിത്തെറിക്കുന്നു. ഈ കോൺക്രീറ്റഡ് ഹാങ്ങേഴ്സിൽ വിമാനങ്ങൾ നിർത്തിവെച്ചിരുന്നാലും അടുത്തൊരു സപ്പോർട്ടിംഗ് ഹാങ്ങർ ഉണ്ടാകും. ഈ വിമാനത്തിന് ആവശ്യമായ എമുനേഷൻസ് അല്ലെങ്കിൽ എമർജൻസി ടേക്ക് ഓഫ് സമയത്ത് ആവശ്യമായ പ്രധാനപ്പെട്ട ചില സ്പേസ്, ഇങ്ങനെ എസെൻഷ്യലായി എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഈ സപ്പോർട്ടിംഗ് ഹാങ്ങേഴ്സിലായിരിക്കും വെച്ചിരിക്കുക. ഈ 2 സ്ഥലവും ആക്രമിക്കപ്പെട്ടു. ഈ ഹാങ്ങേഴ്സും സപ്പോർട്ടിംഗ് ഹാങ്ങേഴ്സും ഈ 2 ഭാഗങ്ങളിലും 2 ആക്രമണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ റഷ്യയുടെ സ്റ്റേറ്റ് റൺ മീഡിയാസ് ആരെയും ഒരു കാര്യം പറഞ്ഞു. F-16 സ്റ്റേഷൻ ചെയ്തു വെച്ചിരുന്ന ആ ഒരു ലൊക്കേഷൻ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് മാത്രമല്ല, ഞങ്ങളുടെ മിസൈൽ സ്ട്രൈക്കിലൂടെ 2 F-16 ഡാമേജും ചെയ്തു. അതിനുള്ള വിഷ്വൽസ് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് ആ എയർഫീൽഡിൽ മിസൈൽ സ്ട്രൈക്ക് നടക്കുന്നതും അവിടെയുണ്ടായ ആ ഡാമേജസും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഫൂട്ടേജും പുറത്തുവിടുന്നു. ഇത് റഷ്യയുടെ ഒരു ക്ലെയിമാണ്. റഷ്യ F-16 ആക്രമിച്ചതായി ആ ഒരു ക്ലെയിമിൽ അവർ പറയുന്നു. എന്നാൽ സത്യത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ പുറത്തുവിട്ട് കാണുമോ? കാരണം ആ ഒരു വീഡിയോ കാരണമായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. അവരുടെ ഹീറോയ്ക്ക് അവർ നൽകുന്ന ഒരു ട്രിബ്യൂട്ടായി പുറത്തുവിട്ട ഈ ഒരു വീഡിയോ കാരണമാണ് ഇത്രത്തോളം വലിയൊരു പ്രശ്നം ഏർപ്പെടുത്തിയത്. ഇതിനെ 2 രീതിയിൽ പലരും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മിലിറ്ററി അനലിസ്റ്റും ഇത് തന്നെയാണ് പറയുന്നത്. സത്യത്തിൽ ഇത് ഉക്രൈൻ അറിയാതെ പുറത്തുവിട്ടതാണെങ്കിൽ ഉക്രൈൻ ചെയ്തതിൽ വെച്ച് വളരെ മണ്ടത്തരമായ കാര്യം, അല്ലെങ്കിൽ ഉക്രൈൻ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ മോശമാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയി ഇതിനെ പറയാം. കാരണം 2 F-16 നഷ്ടപ്പെടുക എന്നുള്ളത് സാധാരണ കാര്യമല്ല. ഇപ്പോൾ ഉക്രൈൻ്റെ പക്കൽ കൂടിപ്പോയാൽ ഒരു 6 F-16 വന്നു എന്ന് പറയാം. അതിൽ ഈ വിമാനങ്ങളെ മുഴുവനും നശിപ്പിച്ചിട്ടില്ല. പാർഷ്യലി ഡാമേജ് സംഭവിച്ചാൽ പോലും അത് സർവീസ് ചെയ്ത് തിരികെ പറക്കുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന് പുറത്ത് ഉക്രൈൻ്റെ സ്കൈസിൽ പറപ്പിക്കുന്നതിന് മാസക്കണക്കെടുക്കും. അങ്ങനെയുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈൻ ആ ഫൂട്ടേജിൽ ഒരുപാട് സ്ഥലങ്ങൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. അകത്ത് ഹാങ്ങറിൽ ഈ ഒരു F-16 നിർത്തിയിരിക്കുന്നത് മുഴുവനായും കാണിച്ചിട്ടുണ്ടാകും. ഫിസിക്കലി പുറത്ത് നടക്കുന്ന ഫൂട്ടേജസ് കൂടാതെ അടുത്തുള്ള ചില ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലർ ചെയ്താണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ മേജറായി ഒരു വില്ലനായി മാറിയത് കൊളോമിയ മിലിറ്ററി എയർഫീൽഡിനടുത്ത് പുതുതായി പണിത ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ആ ഒരു വീഡിയോ നോക്കുമ്പോൾ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിൻ്റെ ചില എവിഡൻസും ആ സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അത് ഉക്രൈൻ ബ്ലർ ചെയ്യാതെ വിട്ടു. ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഉക്രൈൻ ബ്ലർ ചെയ്യാതെ വിട്ടതുകൊണ്ട് ഒരുപക്ഷെ റഷ്യയുടെ ചാര സംഘടന അല്ലെങ്കിൽ റഷ്യയുടെ അനലിസ്റ്റ് എല്ലാവരും ചേർന്ന് ഈ കോർഡിനേറ്റ്സ് ഉക്രൈന് എതിരെ ഈസിയായി പിക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത് ഇല്ല, ഇത് മറ്റേതോ സ്ഥലത്തെടുത്ത ഒരു ഫൂട്ടേജ് ആണ്. അത് കട്ട് ചെയ്ത് അറിഞ്ഞുകൊണ്ട് റഷ്യയെ വഴിതിരിപ്പിക്കാൻ അല്ലെങ്കിൽ റഷ്യയെ കുഴപ്പിക്കാൻ അവരുടെ ശ്രദ്ധയെ തിരിക്കാനായി ഉക്രൈൻ ഒരു ഫേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടാകാം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ റഷ്യ F-16 നിർത്തിവെച്ചിരുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ ഡമ്മീസ് അവിടെ വയ്ക്കും. റഷ്യ എങ്ങനെയാണോ അവരുടെ വിമാനങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഈ ഡ്രോൺസിന്റെ പക്കൽ നിന്ന് സംരക്ഷിക്കുന്നതിന് റൺവേയിൽ പെയിന്റിങ്സ് ഒക്കെ വരഞ്ഞത്, അതുപോലെ ചില കാര്യങ്ങളും ഉക്രൈൻ ചെയ്യും. അതിനാൽ അറിഞ്ഞുകൊണ്ട് ഇവിടെ F-16 ലൊക്കേഷൻ കാണിക്കരുത്. റഷ്യയുടെ ശ്രദ്ധ ഈ ഭാഗത്ത് തിരിപ്പിച്ചിട്ട് നാറ്റോയുടെ ബേസസിൽ നിന്നും വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം എന്ന ലക്ഷ്യമായിരിക്കും ഉക്രൈനുള്ളത്. ഈ പറയുന്ന തിയറി സത്യമാണെങ്കിൽ റഷ്യ ആ സ്ഥലത്ത് എന്തായിരിക്കും ചിന്തിക്കുക? F-16 ഈ സ്ഥലത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണെങ്കിൽ F-16 നമുക്ക് എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിചാരത്തിലായിരിക്കും ആക്രമിച്ചത്. ഇനി അടുത്ത ഭാഗത്ത് റഷ്യയ്ക്ക് ഇതൊരു വിവരമായി അറിഞ്ഞുകൊണ്ട് നൽകിയിട്ട് മറുവശത്ത് നിന്ന് നാറ്റോയുടെ ബേസസിൽ നിന്നും അവർ F-16 ഓപ്പറേറ്റ് ചെയ്യും. കാരണം ഈ പോളണ്ട്, സ്ലോവാക്യ, ഹംഗേരി, റൊമാനിയ ഈ എല്ലാം ഈ റീജിയനിൽ നിന്നും അടുത്തുള്ള ഭാഗങ്ങളാണ്. അതർ കൺട്രീസ് ബേസസിൽ നിന്നും F-16 ഓപ്പറേറ്റ് ചെയ്തിട്ട് റഷ്യയുടെ ശ്രദ്ധയെല്ലാം ഈ കൊളംബിയയിലേക്ക് തിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഉക്രൈൻ നടത്തിയത്. അറിഞ്ഞുകൊണ്ട് ഉക്രൈൻ ഇത് ചെയ്തതാണ് എന്നും പറയുന്നു. പക്ഷേ ഒരു ഫൂട്ടേജ് കാണുമ്പോൾ അവർ ബ്ലർ ചെയ്തിട്ട് ചില സ്ഥലങ്ങളെ മാത്രം പാർഷ്യലി ബ്ലർ ചെയ്യാതെ വിട്ടത് അറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെ തോന്നുന്നില്ല. തീർച്ചയായും ഉക്രൈൻ അവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫൂട്ടേജ് മുഴുവനായും അനലൈസ് ചെയ്ത് വീണ്ടും വീണ്ടും അത് പരിശോധിച്ച് ബ്ലർ ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും അവിടെ F-16 തകരാറ് സംഭവിച്ചിട്ടുണ്ടാകാം. അതുതന്നെയാണ് റഷ്യയുടെ സ്റ്റേറ്റ് റൺ മീഡിയയും ഒരു വിവരമായി പുറത്തുവിട്ടത്. ഇനി ഉക്രൈൻ ഇതിനെങ്ങനെ പ്രതികരിച്ചു? ഉക്രൈൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇപ്പോഴും യാതൊരുവിധ വിവരവും ഉക്രൈന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നില്ല. എന്തിന്? ഉക്രൈന്റെ ചില പ്രോ ചാനൽസ് പോലും ഇതിനെക്കുറിച്ച് യാതൊരുവിധ കമന്റും ഇപ്പോഴും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഒരു സംശയത്തിന് കാരണമാണ്. ഒരു പക്ഷേ F-16 വിമാനങ്ങൾ ഉക്രൈനിൽ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ കൊളോമിയ എയർഫീൽഡിൽ ഒരു വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ F-16 റഷ്യ ആക്രമിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇവിടെ റഷ്യയുടെ ശ്രദ്ധയെ വഴിതിരിപ്പിക്കാൻ ഉക്രൈൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.